വെൽക്കം ഫ്രണ്ട്സ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് മോളിക്കുലർ ഡയഗ്നോസിസ് എന്ന് പറഞ്ഞ ഭാഗമാണ്. അതിൽ പ്രധാനമായും ഏർലി ഡിറ്റക്ഷൻ ഓഫ് ഡിസീസ് എങ്ങനെ സാധിക്കും, മോളിക്കുലർ ഡയഗ്നോസിസ് ഉപയോഗിച്ച് എങ്ങനെ സാധിക്കും എന്നാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഇന്നത്തെ ക്ലാസ്സിൽ ട്രാൻസ്ജീനിക് അനിമൽസിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് ട്രാൻസ്ജീനിക് ഓർഗാനിസം? എന്താണ് ട്രാൻസ്ജീനിക് ഓർഗാനിസം? നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ബയോടെക്നോളജിയുടെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ജനറ്റിക് എഞ്ചിനീയറിംഗ് ആണ്. ജനറ്റിക് മെറ്റീരിയൽ ഓൾട്ടർ ചെയ്യുക അഥവാ മാനിപ്പുലേറ്റ് ചെയ്യുകയാണ് ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്നുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. DNA ഓൾട്ടർ ചെയ്യുക അല്ലെങ്കിൽ DNA മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഫോറിൻ ജീനിന്റെ എക്സ്പ്രഷൻ നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുത്ത ഓർഗാനിസിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസ്ജീനിക് അനിമൽസ്. So, 2 points related with transgenic animals. One is manipulated DNA അഥവാ ജീൻ ഉണ്ടായിരിക്കും. DNA അഥവാ ജീൻ ഉണ്ടായിരിക്കും. That possess manipulate DNA. And രണ്ടാമത്തെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഇതാണ്. ഈ മാനിപ്പുലേറ്റ് DNA എക്സ്പ്രഷൻ ഓഫ് this manipulate DNA or otherwise we can call it as foreign DNA. കാരണം ഫോറിൻ DNA ആണ് നമ്മൾ ഈ പറയുന്ന ഓർഗാനിസത്തിലേക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഫോറിൻ DNA വേറെ ഓർഗാനിസത്തിൻ്റെയോ വേറെ ബാക്ടീരിയയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓർഗാനിസത്തിൻ്റെ ഒരു പർട്ടിക്കുലർ ആയിട്ട് ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ആയിരിക്കും നമ്മൾ ഈ ട്രാൻസ്ജീനിക് അനിമൽസിന് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടാവുക. ആ ട്രാൻസ്ജീനിക് അനിമൽസിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിന് ഫോറിൻ ജീൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. ആ ഫോറിൻ ജീൻ്റെ എക്സ്പ്രഷൻ ഓഫ് ഫോറിൻ ജീൻ ഇത് രണ്ടും ഈ എക്സ്പ്രഷനും കൂടി വരുമ്പോൾ ഇതൊരു ട്രാൻസ്ജീനിക് അനിമലായി അല്ലെങ്കിൽ ട്രാൻസ്ജീനിക് ഓർഗാനിസമായി മാറുന്നു. സോ ട്രാൻസ്ജീനിക് ഓർഗാനിസം ഹാഡ് മാനിപ്പുലേറ്റഡ് DNA manipulate DNA and express the foreign gene. എക്സ്പ്രഷൻ ഓഫ് ഫോറിൻ ജീനും നമുക്ക് കാണാൻ കഴിയും. ആ മാനിപ്പുലേറ്റ് DNA എന്ന് പറയുന്ന ഫോറിൻ ജീൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതാണ്. ആ ഫോറിൻ ജീൻ ഇൻട്രൊഡക്ഷന്റെ ഫലമായിട്ട് അതിനൊരു എക്സ്പ്രഷൻ ഫോറിൻ DNA ഒരു ജീനിന്റെ ഒരു എക്സ്പ്രഷൻ ഉണ്ടാകുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണ് അങ്ങനെയുള്ള അനിമൽസിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസ്ജീനിക് അനിമൽസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ ഇതാണ് പ്രധാനപ്പെട്ട രണ്ട് ഫീച്ചർ ട്രാൻസ്ജീനിക് അനിമൽസിന്റെ. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് ട്രാൻസ്ജീനിക് അനിമൽസ് അല്ലെങ്കിൽ ട്രാൻസ്ജീനിക് അനിമൽസ് ഉണ്ടാക്കുന്നത് എന്തിനു വേണ്ടിയാണ്, ഏതൊക്കെ ജീവികളാണ് ട്രാൻസ്ജീനിക് അനിമൽസ് ഉണ്ടാക്കിയെടുത്തില്ല, ഏതൊക്കെ സ്പീഷീസുകളിലാണ് ട്രാൻസ്ജീനിക് അനിമൽസ് ഉണ്ടാക്കിയെടുത്ത് നമുക്ക് പരിശോധിക്കാം. പ്രധാനമായും ട്രാൻസ്ജീനിക് അനിമൽസ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് റാബിറ്റിൽ ട്രാൻസ്ജീനിക് ആയിട്ടുള്ള റാബിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. 2 കൗ ഉണ്ടാക്കിയിട്ടുണ്ട്, ട്രാൻസ്ജീനിക് ആയിട്ടുള്ള കൗ ഉണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ പിഗ് പന്നികൾ പന്നീനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഷീപ്പ് അതേപോലെ ഫിഷ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ മറ്റൊന്നാണ് മൈസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ പല ആവശ്യങ്ങളായി ബന്ധപ്പെട്ട് നമ്മൾ ഫോറിൻ DNA ഈ പറയുന്ന ഫിഷിലേക്കും ഷീപ്പിലേക്കും ദെൻ മറ്റുള്ള ഫിഷസിലേക്കും അതങ്ങനെ മൈസിലേക്കും എലികളിലേക്കും നമ്മൾ പുതിയൊരു ഫോറിൻ ജീൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ആ DNA സ്ട്രക്ചറിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഫോറിൻ ജീൻ്റെ എക്സ്പ്രഷൻ ഉണ്ടാക്കുന്നു. അങ്ങനെ ഈ സ്പീഷീസുകളിലൊക്കെ നമ്മൾ ട്രാൻസ്ജീനിക് അനിമൽസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ട്രാൻസ്ജീനിക് അനിമൽസ് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞ ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയും. ട്രാൻസ്ജീനിക് അനിമലിന് ഏറ്റവും കൂടുതൽ 96% ട്രാൻസ്ജീനിക് അനിമൽസ് ഉണ്ടാക്കിയിട്ടുള്ളത്, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, 96% ട്രാൻസ്ജീനിക് അനിമൽസ് ഉണ്ടാക്കിയിട്ടുള്ളത് മൈസിലാണ്, എലികളിലാണ് 96% ട്രാൻസ്ജീനിക് അനിമൽസ് അല്ലെങ്കിൽ ഓർഗാനിസംസ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് എലികളിലാണ്. ആർട്ടിഫിഷ്യലായിട്ട് DNA ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഫോറിൻ ജീൻ്റെ എക്സ്പ്രഷൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഏറ്റവും കൂടുതൽ മൈസിലാണ്, എലികളിലാണ്. 96% ആണെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തിനു വേണ്ടിയായിരിക്കും? എന്തായാലും നമ്മുടെ ഉപയോഗത്തിനായിരിക്കില്ല നമുക്കറിയാം. കാരണം വെച്ചാൽ നമ്മുടെ പേഴ്സണൽ ഉപയോഗം, നമുക്ക് അല്ലെങ്കിൽ ഒരു ഫുഡ് പ്രൊഡക്റ്റ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള ആവശ്യങ്ങൾക്കായിരിക്കില്ല. കാരണം നമ്മൾ എലികളെ സാധാരണ ഭക്ഷണമാക്കുന്ന ആൾക്കാരല്ല. അതുകൊണ്ട് പിന്നെ എന്തിനായിരിക്കും ഈ പറയുന്ന മൈസിന് ഇത്രയധികം പെർസെൻറ്റേജ്? മൈസിനെയാണ് കൂടുതൽ ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ ജീൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ട്രാൻസ്ജീനിക് അനിമൽസ് ആയിട്ട് ഉണ്ടാക്കിയെടുത്തത്. എന്തുകൊണ്ടായിരിക്കും എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അത് പരിശോധിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് ട്രാൻസ്ജീനിക് അനിമൽസിന്റെ പ്രധാനപ്പെട്ട ഉപയോഗങ്ങൾ 5 ഉപയോഗങ്ങൾ നമ്മൾ പരിചയപ്പെടേണ്ടതുണ്ട്. 5 പ്രധാനപ്പെട്ട ഉപയോഗങ്ങൾ നമ്മൾ പരിചയപ്പെടേണ്ടതുണ്ട്. അല്ലെ, ഒന്നാമത്തെ ഉപയോഗം ഇതാണ്. Study the normal physiology
ആൻഡ് ഡെവലപ്മെൻറ്റ്. ഫിസിയോളജി ആൻഡ് ഡെവലപ്മെൻറ്റ് ഇതാണ് ഒരു പോയിൻ്റായിട്ട് പറയുന്നത്. ടു സ്റ്റഡി ദ നോർമൽ ഫിസിയോളജി, മനുഷ്യരുടെ നോർമൽ ഫിസിയോളജിയും ഫർദർ ആയിട്ടുള്ള ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റും പരിശോധിക്കാൻ വേണ്ടിയാണ് നമ്മൾ ട്രാൻസ്ജീനിക് അനിമൽസിനെ നമ്മൾ ഉപയോഗിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഏത് രീതിയിലായാലും ആയിരിക്കും ഈ പറയുന്ന നോർമൽ ഫിസിയോളജി അറിയാൻ വേണ്ടി നമ്മൾ ഈ പറയുന്ന ട്രാൻസ്ജീനിക് അനിമൽസിനെ ഉണ്ടാക്കിയെടുക്കുക. അതുകൊണ്ട് എങ്ങനെയായിരിക്കും അത് വർക്കൗട്ട് ആവുക എന്ന് പരിശോധിക്കാം. പ്രധാനമായും ഇതിൻ്റെ സബ് പോയിൻ്റായിട്ട് വരുന്ന ഒന്നാണ് ടു സ്റ്റഡി ദ ജീൻ റെഗുലേഷൻ പ്രോസസ്. റെഗുലേഷൻ ഓഫ് ജീൻ അഥവാ ജീൻ റെഗുലേഷൻ. 2 എഫക്റ്റ് ഓഫ് ജീൻ ഇൻ ദ ഡെവലപ്മെന്റ്, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. എഫക്റ്റ് ഓഫ് ജീൻ ഇൻ ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. എക്സാമ്പിൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കോംപ്ലക്സ് ഫാക്ടർ ആയിട്ടുള്ള ഇൻസുലിൻ പോലെയുള്ള കോംപ്ലക്സ് ഫാക്ടേഴ്സ് ഗ്രോത്തിനെ എങ്ങനെ ബാധിക്കും എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ്. അതേപോലെ തന്നെ മറ്റൊന്നാണ് ഇൻട്രൊഡ്യൂസ് ജീൻ ഫോർ ഇംപ്രൂവ് ദ കോംപ്ലക്സ് ഫാക്ടേഴ്സ് ആൻഡ് സ്റ്റഡി ദ സൈൻ. ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ജീൻ, അതായത് എങ്ങനെയാണ് ഒരു നോർമൽ ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്. ഒരു ജീവിക്ക് അല്ലെങ്കിൽ ഒരു ഓർഗാനിസത്തിന് അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ബീയിങ്ങിന് നോർമൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് സംഭവിക്കുന്നത് അതിന് ജീനിൻ്റെ അല്ലെങ്കിൽ ഈ പറഞ്ഞ DNA പങ്ക് എന്താണെന്ന് നമ്മൾ പരിശോധിക്കാൻ വേണ്ടി നമ്മൾ ഒരു മോഡലിംഗ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഹ്യൂമൻ ക്രോമസോംസിനോട് ഓൾമോസ്റ്റ് അടുപ്പമുള്ള സിമിലാരിറ്റി ഉള്ള ഈ എലികളെയൊക്കെ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് ഈ പറയുന്ന ഓരോ ജീനുകളും ഇൻസർട്ട് ചെയ്ത് നോക്കി ആ ജീനിൻ്റെ എക്സ്പ്രഷൻ നോർമൽ ഡെവലപ്മെന്റിനെ എങ്ങനെ ബാധിക്കുന്നു അല്ലെങ്കിൽ നോർമൽ ഡെവലപ്മെന്റിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു, അതിലുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള റെഗുലേറ്റേഴ്സ് അല്ലെങ്കിൽ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കുന്നു. അപ്പോൾ ആദ്യം പഠിക്കുന്നത് ജീൻ റെഗുലേഷൻ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താ ജീൻ റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ നോർമൽ ഡെവലപ്മെന്റ് ഉണ്ടാകുമ്പോൾ ഒരു ജീൻ എക്സ്പ്രസ് ചെയ്യുമ്പോൾ അതിന്റെ ട്രാൻസ്ലേഷൻ നടന്ന് mRNA ഫോം ചെയ്യുമ്പോൾ mRNA അത് ട്രാൻസ്ക്രൈബ് ചെയ്തുകൊണ്ട് ഈ പറയുന്ന പ്രോട്ടീൻ സിന്തസിസ് നടത്തുമ്പോൾ ഒരു ജീനിന്റെ റോള്, ഒരു ജീൻ എങ്ങനെ റെഗുലേറ്റ് ചെയ്യുന്നത് നമ്മൾ അവിടെ പഠിക്കുകയാണ്. ആ റെഗുലേഷൻ നമ്മൾ പഠിക്കാൻ വേണ്ടി നമ്മുടെ ജീനുകളെ നമ്മൾ ഈ പറയുന്ന റാറ്റിലേക്ക് മൈസിലേക്ക് ഇൻസർട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെയുള്ള നോർമൽ ആയിട്ടുള്ള ജീൻ റെഗുലേഷൻ എന്താണെന്ന് നമ്മൾ പഠിക്കും. അടുത്ത രണ്ടാമത്തെ പോയിന്റ് ആണ് ഇതിൽ വരുന്ന മറ്റൊരു പോയിന്റ് ആണെന്ന് പറയുന്നത് കോംപ്ലക്സ് ആയിട്ട് ഗ്രോത്ത് ഫാക്ടേഴ്സ് ആയിട്ട് ഇൻസുലിൻ പോലുള്ള ഗ്രോത്ത് ഫാക്ടേഴ്സ് എങ്ങനെ നമ്മുടെ ശരീരത്തിന്റെ ഗ്രോത്തിനെ ബാധിക്കുന്നു അല്ലെങ്കിൽ ഡെവലപ്മെന്റിനെ ബാധിക്കുന്നു നമ്മൾ പഠിക്കുന്നു. അതോടൊപ്പം തന്നെ അങ്ങനെ പഠിക്കുന്നു ഈ പറയുന്ന ഈ കോംപ്ലക്സ് ഗ്രോത്ത് ഫാക്ടേഴ്സ് ആയിട്ടുള്ള ഇൻസുലിൻ പോലെയുള്ള ഈ ഗ്രോത്ത് ഫാക്ടേഴ്സിനെ നമ്മൾ കുറച്ചും കൂടിയും ബയോളജിക്കലി ഇംപ്രൂവ് ചെയ്യിച്ചുകൊണ്ട് അതിന്റെ ബയോളജിക്കൽ എഫക്റ്റുകൾ നമ്മൾ പഠിക്കാൻ വേണ്ടിയും നമ്മൾ ഇങ്ങനെയുള്ള ട്രാൻസ്ജീനിക് അനിമൽസിനെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ in all the sense in this case of transgenic animals we are using for studying the normal physiology and development. നോർമൽ ആയിട്ടുള്ള ഫിസിയോളജിയും ഡെവലപ്മെന്റും പഠിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത് ട്രാൻസ്ജീനിക് അനിമൽസ് ഉണ്ടാക്കി. ഈ മൈസ് പോലെയുള്ള എലികൾ പോലെയുള്ള കുറച്ചുകൂടി ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള എലികൾ പോലെ മൈസുകളിലൊക്കെ നമ്മൾ പഠനങ്ങൾ നടത്തി നമ്മുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിനെ കുറിച്ച് നമ്മൾ പഠിക്കാൻ വേണ്ടിയാണ് ഒന്നാമത്തെ രീതിയിൽ ട്രാൻസ്ജീനിക് ഓർഗാനിസം അല്ലെങ്കിൽ ട്രാൻസ്ജീനിക് അനിമൽസ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി രണ്ടാമത്തെ എന്തിനാണ് നമുക്ക് പരിശോധിക്കാം. സ്റ്റഡി ഓഫ് നോർമൽ ഫിസിയോളജി ആൻഡ് ഡെവലപ്മെന്റ് ആണ് ആദ്യത്തെ പോയിന്റ് എങ്കിൽ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ്. രണ്ടാമത്തെ പോയിന്റാണ് നമ്മൾ അടുത്ത് പരിശോധിക്കുന്നത്. രണ്ടാമത്തെ പോയിന്റ് ടു സ്റ്റഡി ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിസീസസ്. ഡിസീസസിനെ കുറിച്ച് നമ്മുടെ ശരീരത്തിലേക്ക് വരുന്ന പ്രധാനപ്പെട്ട ചില ഡിസീസുകൾ നമ്മൾ പരിചയപ്പെട്ട അസുഖങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട് ട്രാൻസ്ജീനിക് അനിമൽസ് ഉപയോഗിക്കാറുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ പ്രധാനപ്പെട്ട നമുക്ക് വരുന്ന അസുഖമാണ് സിസ്റ്റിക് ഫൈബ്രോസിസ്. ഇതൊരു മ്യൂക്കസായി ബന്ധപ്പെട്ട മ്യൂക്കസ് പ്രൊഡക്ഷൻ ഹാർഡ് ആവുകയും അത് ചില സ്ഥലങ്ങളിൽ വന്ന് ബ്ലോക്ക് ആവുന്ന ഒരു ജനറ്റിക്കൽ ഡിസോർഡറാണ് സിസ്റ്റിക് ഫൈബ്രോസിസ് എന്ന് പറയുന്നത്. അതേപോലെ മറ്റൊന്നാണ് ക്യാൻസർ എന്ന് പറയുന്നത്. മറ്റൊന്നാണ് അൾഷിമേഴ്സ് എന്ന് പറയുന്ന ബ്രെയിൻ സെല്ലുകൾക്ക് ഉണ്ടാവുന്ന ഡാമേജ് ആണ് അൾഷിമേഴ്സ് എന്ന് പറയുന്നത്. അതുകൂടാതെ മറ്റൊന്നാണ് റുമാറ്റിക് ആർത്രൈറ്റിസ് എന്ന് പറയുന്ന ആമവാദം എന്ന് പറയുന്ന ഒരു പ്രത്യേക അസുഖമാണിത്.
ഈ 4 അസുഖങ്ങളെ പറ്റി പഠിക്കാനും അങ്ങനെയുള്ള പല അസുഖങ്ങളെ പറ്റി കൂടുതലായി പഠിക്കാനും അതിന് ജീനിന്റെ റോൾ എന്താണ്, ജനറ്റിക്കലായിട്ട് ജീനിന്റെ റോൾ എന്താണെന്ന് പഠിക്കാൻ വേണ്ടിയും ആ ജീനുകൾ എങ്ങനെ ഇതിന് നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാക്കുന്നു, ഇങ്ങനെയുള്ള അസുഖങ്ങളെ പറ്റി കൂടുതലായിട്ട് പഠിക്കുകയും എങ്ങനെ ജീൻ ഈ അസുഖങ്ങൾ വരാൻ കാരണമാകുന്നു, ഒരു ജീൻ എങ്ങനെ എഫക്റ്റ് ഉണ്ടാക്കുന്നു ഇങ്ങനെയുള്ള അസുഖങ്ങൾക്ക് എന്ന് പഠിക്കുകയും അതോടൊപ്പം തന്നെ അങ്ങനെ പഠിച്ചതിന്റെ ഫലമായിട്ട് എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും ഏതുവഴി സാധ്യമാകും എന്നാണ് പറയുന്നത്. ട്രാൻസ്ജീനിക് ഓർഗാനിസം ഓർ ട്രാൻസ്ജീനിക് അനിമൽസ് വഴി സാധ്യമാകും. ഇതാണ് മറ്റൊരു ഗുണം, ട്രാൻസ്ജീനിക് അനിമൽസ് ഉണ്ടാക്കിയെടുത്ത ഗുണം. അപ്പോൾ ഇങ്ങനെയുള്ള മൈസ് പോലെയുള്ള മറ്റുള്ള ഓർഗാനിസം പോലെയുള്ള പല ട്രാൻസ്ജീനിക് അനിമൽസും ഉണ്ടാക്കിയെടുത്തുകൊണ്ട് ഓരോ ജീനും ഇൻസെർട്ട് ചെയ്തുകൊണ്ട് ഈ ക്യാൻസർസ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ റൊമാറ്റിക് ആയിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞ സിസ്റ്റിക് ഫൈബ്രോസിസ് ഉണ്ടാക്കുന്ന ഈ ജീനുകളെ കുറിച്ച് പഠിച്ച് ആ ജീനുകളെ എക്സ്പ്രഷൻ പരിശോധിച്ച് അതിൽ നിന്ന് മെച്ചപ്പെട്ട ഒരു ട്രീറ്റ്മെന്റ് കൂടി കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ട്രാൻസ്ജീനിക് അനിമൽസ് സ്റ്റഡി ഓഫ് ഡിസീസിന്റെ ഭാഗമായി ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ സ്റ്റഡി ഓഫ് ഡിസീസ് ആണ് രണ്ടാമത്തെ പോയിന്റ്. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് നമ്മൾ അടുത്ത് പരിശോധിക്കാൻ പോകുന്നതാണ് ബയോളജിക്കൽ പ്രൊഡക്റ്റ്. മൂന്നാമത്തെ പോയിന്റ് ആണ് ടു ഡെവലപ്പ് ബയോളജിക്കൽ പ്രൊഡക്ട്സ്. എന്താണ് ബയോളജിക്കൽ പ്രൊഡക്ട്സ് എന്നൊന്ന് പരിശോധിക്കാം. ബയോളജിക്കൽ പ്രൊഡക്ട്സ്, ഓക്കെ, അതിൽ പ്രധാനമായും 2 പ്രൊഡക്ട്സ് ആണ് നമ്മളോട് ഇപ്പോൾ സ്പെസിഫൈ ചെയ്യുന്നത്. ഒന്നിന്റെ പേരാണ് α1 ആന്റിട്രിപ്സിൻ. രണ്ടാമത്തെ പോയിന്റ് ആണ് ഹ്യൂമൻ ആൽഫ ലാക്ട് ആൽബുമിൻ എന്ന് പറയുന്ന 2 പ്രധാനപ്പെട്ട പ്രൊഡക്റ്റ് ആണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത്. ഇത് രണ്ടും ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ട്രാൻസ്ജീനിക് അനിമൽസിൽ ഒരു ഫോറിൻ ജീൻ ഇൻസെർട്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ എക്സ്പ്രഷനായിട്ട് കിട്ടിയ ഈ പറയുന്ന ഒരു ബയോളജിക്കൽ പ്രൊഡക്റ്റ് ആണ് ഇത് രണ്ടും എന്ന് പറയുന്നത്. അതിൽ ആദ്യത്തെയാണ് α1 ആന്റിട്രിപ്സിൻ എന്ന് പറയുന്നത്. ഇത് പ്രധാനമായും 2 അസുഖങ്ങളുടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയാണ് ഉപയോഗിക്കുക. ഒന്നാണ് PKU അഥവാ ഫീനൈൽ കീറ്റോനൂറിയ എന്ന പേരിൽ അറിയപ്പെടുന്ന ഫീനൈൽ അനിലിൻ എന്ന് പറയുന്ന ഒരു പ്രത്യേകതരത്തിലുള്ള അമിനോ ആസിഡ്സിന്റെ എമൗണ്ട് ശരീരത്തിൽ കൂടുന്ന ഒരു അവസ്ഥയാണ് ഫീനൈൽ കീറ്റോനൂറിയ എന്ന പേരിൽ അറിയപ്പെടുന്ന. ഇതൊരു ഡേഞ്ചറസ് ആയിട്ടുള്ള അവസ്ഥയാണ്. ഇതിന്റെ പീക്ക് അവസ്ഥ എന്ന് പറയുന്നത് ഒരു മെന്റൽ റിട്ടാർഡേഷൻ വരെ കുട്ടിക്ക് സംഭവിക്കാം. ചെറിയ കുട്ടികൾക്കാണ് ഇത് കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പേരാണ് ഫീനൈൽ കീറ്റോനൂറിയ എന്ന പേരിൽ അറിയപ്പെടാം. മറ്റൊരു അസുഖമാണ് എംഫസീമ എന്ന പേരിൽ അറിയപ്പെടുന്നു. എംഫസീമ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്വാസകോശത്തിലെ ആൽവിയോളയിൽ ഉണ്ടാവുന്ന ഡാമേജ് മൂലം നമുക്ക് പ്രോപ്പറായിട്ട് ലങ്സ് ഫംഗ്ഷൻ ചെയ്യാതെ വരുന്ന ഒരു അവസ്ഥയാണ് എംഫസീമ എന്ന് പറയുന്നത്. ഇത് രണ്ടിന്റെയും പടം, ഈ അവസ്ഥയുള്ള സിംറ്റംസ് കാണിക്കുന്ന 2ന്റെ പടം ഇപ്പൊ നിങ്ങളുടെ മുമ്പിലേക്ക് വരും. ആദ്യത്തെയാണ് ഫീനൈൽ കീറ്റോനൂറിയ, രണ്ടാമത്തെയാണ് എംഫസീമ എന്ന് പറയുന്നത്. അത് ശ്വാസകോശത്തിന്റെ പടമാണ് വരിക. ആ ശ്വാസകോശത്തിന്റെ ആൽവിയോളിലെ സാക്കുകളിൽ ഒരു ഡാർക്ക്നെസ് ആയിട്ടുള്ള ഒരു അവസ്ഥ നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ ഡാർക്ക്നെസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുകയാണ് ഈ പറയുന്ന ഓക്സിജന്റെ സാക്കുകൾ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് കൃത്യമായി എന്ത് കിട്ടില്ല, ലങ്സിന് വേണ്ടത്ര ഓക്സിജൻ കിട്ടുകയില്ല, ഓക്സിജൻ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുകയില്ല. അങ്ങനത്തെ അവസ്ഥയാണ് എംഫസീമ എന്ന് പറയുന്നത്. ഈ 2 അസുഖങ്ങൾ ഫീനൈൽ കീറ്റോനൂറിയനും എംഫസീമയും ട്രീറ്റ് ചെയ്യാൻ വേണ്ടി α1 ആന്റിട്രിപ്സിൻ എന്ന് പറയുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു പ്രോട്ടീൻ ഉത്പാദിപ്പിച്ചുകൊണ്ട് ട്രാൻസ്ജീനിക് അനിമൽസ് വഴി ഉത്പാദിപ്പിച്ചുകൊണ്ട് ട്രീറ്റ്മെന്റ് ഉപയോഗിക്കുന്നു. അതാണ് ആദ്യത്തെ പോയിന്റ്, ബയോളജിക്കൽ പ്രൊഡക്റ്റ് എന്ന് പറയാനുള്ളത്. രണ്ടാമത്തെ പരിചയപ്പെടുത്താണ് ഹ്യൂമൻ ആൽഫ ലാക്ട് ആൽബുമിൻ എന്ന് പറയുന്ന ഒരു പ്രത്യേകതരത്തിലുള്ള പ്രോട്ടീനാണ്. ഈ പ്രോട്ടീൻ്റെ പേരാണ് ഞാൻ പറഞ്ഞു, ഹ്യൂമൻ ആൽഫ ലാക്ട് ആൽബുമിൻ എന്നാണ് പറയുക. നമുക്കറിയാം ഈ കുട്ടികൾ ഉണ്ടാവാതെ നമ്മൾ ഈ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ ഒക്കെ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഫീഡിങ് അവർക്ക് സാധ്യമാകില്ല. അങ്ങനെ ഫീഡിങ് സാധ്യമാകാതെ വരുമ്പോൾ സ്വാഭാവികം സംഭവിക്കും ഈ പറയുന്ന കുട്ടിക്ക് വേണ്ടത്ര മിൽക്ക് കിട്ടാതെ വരുന്നു. ഏർലി സ്റ്റേജിൽ കിട്ടേണ്ട മിൽക്ക്, അതായത് അമ്മയിൽ നിന്ന് കിട്ടേണ്ട മിൽക്ക് കിട്ടാതെ വരുന്നു. അങ്ങനെയുള്ള അവസ്ഥകളിലൊക്കെ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി പല സ്ഥാപനങ്ങളിലും വിദേശത്തു നിന്ന് ഈ പറയുന്ന ആൽഫ ലാക്ട് ആൽബുമിൻ കൊണ്ടുവന്ന് കുട്ടികൾക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്നുണ്ട്. എന്താണ് ഈ ആൽഫ ലാക്ട് ആൽബുമിൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആൻസർ ഇത്രയുള്ളൂ. ഇത് 1990 റോസി എന്ന് പറയുന്ന ഒരു 1997 റോസി എന്ന് പറയുന്ന ഒരു പശുവിനെ ഉണ്ടാക്കിയെടുത്തു. ആ പശുവിൻ്റെ പടം ഇപ്പം നിങ്ങളുടെ മുമ്പിലേക്ക് വരും. ഈ റോസി എന്ന് പറയുന്ന പശുവിൻ്റെ പ്രത്യേകത ഇതായിരുന്നു. അവരുടെ ആ പശു വളർന്നു വരുന്ന ആ പശുവിൻ്റെ ശരീരത്തിലെ പാലിൽ നിന്ന് ഏകദേശം 1 ലിറ്റർ പാലിൽ നിന്ന് 2.4 ഗ്രാം per liter എന്ത് കാണുന്നുണ്ട്, 2.4 ഗ്രാം ഓഫ് ഹ്യൂമൻ ലാക്ട് ആൽബുമിൻ കാണുന്നുണ്ട്. നമ്മുടെ ഹ്യൂമൻ ബേബികൾക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ മുലപ്പാലിൽ കാണുന്ന അതേ എമൗണ്ടിലെ ആൽഫ ലാക്ട് ആൽബുമിൻ, ഹ്യൂമൻ ആൽഫ
ഹ്യൂമൻ ആൽഫ ലാക്ട് ആൽബുമിൻ എന്ന് പറയുന്ന ഈ പർട്ടിക്കുലർ ആയിട്ട് പ്രോട്ടീൻ വളരെ അത്യാവശ്യമാണ് കുട്ടികളുടെ വളർച്ചയ്ക്ക്. അത് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ള ഒരു റോസി എന്ന് പറയുന്ന കവിന ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതിലെന്ത് ഈ പർട്ടിക്കുലർ ആയിട്ടുള്ള ഹ്യൂമൻ ആൽഫ ലാക്ട് ആൽബുമിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ള ജീൻ ഇൻസർട്ട് ചെയ്ത് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പെർ ലിറ്റർ പറയുന്ന റോസി എന്ന് പറയുന്ന പശുവിൽ 1 ലിറ്റർ പാലിൽ 2.4 ഗ്രാം എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ഹ്യൂമൻ ആൽഫ ലാക്ട് ആൽബുമിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ദി ഹ്യൂമൻ ബേബി. അതിപ്പോൾ പല രാജ്യങ്ങളിലും, നമ്മുടെ ഇന്ത്യ പോലെ രാജ്യങ്ങളിലും, ഈവൻ കേരളത്തിൽ പോലും നമ്മൾ ഇമ്പോർട്ട് ചെയ്യിക്കുന്നുണ്ട്. ഈ പറയുന്ന ഹ്യൂമൻ ആൽഫ ലാക്ട് ആൽബുമിൻ അടങ്ങിയ മിൽക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും അത് ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ വഴി ഉണ്ടാക്കിയ കുട്ടികളിലേക്ക് കൊടുക്കുകയും അവരെ നോർമൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് സാധ്യമാവുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് പ്രധാനപ്പെട്ട 2 പോയിന്റ് ബയോളജിക്കൽ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് ഈ പറയുന്ന ട്രാൻസ്ജനിക് അനിമൽസ് ഉണ്ടാക്കിയെടുത്തുകൊണ്ട് സാധ്യമാകുന്നത്. ഇനി അടുത്ത 4ാമത്തെ പോയിന്റ് അടുത്ത് പരിചയപ്പെടുന്നു, വാക്സിൻ സേഫ്റ്റി. അടുത്ത പോയിന്റാണ് വാക്സിൻ സേഫ്റ്റി. എന്താണ് വാക്സിൻ സേഫ്റ്റി എന്ന് പറഞ്ഞ് നമുക്ക് പരിശോധിക്കാം. 4ാമത്തെ പോയിന്റാണ് വാക്സിൻ സേഫ്റ്റി. എന്താണ് വാക്സിൻ എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, നമുക്ക് വാക്സിൻ എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ഇതാണ്, പോളിയോ വാക്സിനാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരിക. പോളിയോ വാക്സിൻ. ഈ പോളിയോ വാക്സിൻ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത് കുറേ കോവിഡിൻ്റെ വാക്സിൻ ഉൽപ്പാദിപ്പിച്ചു. നമുക്കറിയാം ഈ വാക്സിൻസ് ഒന്നും ഡയറക്റ്റായിട്ട് നമുക്ക് ഉൽപ്പാദിപ്പിച്ച അതേ അവസ്ഥയിൽ തന്നെ അപ്പം തന്നെ നമുക്ക് നമ്മുടെ ശരീരത്തിലേക്ക്, മനുഷ്യൻ്റെ ശരീരത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ എന്താണ് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെ സൈഡ് ഇഫക്റ്റ് ഉണ്ടാവും, എങ്ങനെയാണ് നമ്മുടെ ശരീരം റെസ്പോൺസ് ചെയ്യുക, എങ്ങനെയാണ് നമ്മുടെ നോർമൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിനെ ബാധിക്കുക എന്നൊന്നും പഠിക്കാതെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ആളുകളുടെ മരണത്തിന് വരെ കാരണമാകാം. അത് ഒഴിവാക്കാൻ വേണ്ടി, അങ്ങനെയുള്ള പ്രശ്നത്തെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ട്രാൻസ്ജീനിക് ആയിട്ട് റാറ്റ്സുകളെ, മൈസുകളെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ആ മൈസുകൾ നമ്മുടെ ശരീരത്തിലുള്ള പല ജീനുകളും അതിന് ഇൻസേർട്ട് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന വാക്സിൻ അവരിലേക്ക് ആദ്യം പരീക്ഷിക്കുന്നു. ക്ലിനിക്കൽ സ്റ്റഡി എന്ന പേരിലാണ് അറിയപ്പെടുക. ആ പരീക്ഷണം നടത്തി, ആ പറയുന്ന ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയെടുത്ത ഈ പറയുന്ന എലികളിൽ പരീക്ഷണം നടത്തി അത് വിജയിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ മറ്റുള്ള ഓർഗാനിസിലും ഹ്യൂമൻ ബീങ്ങിലും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ വാക്സിൻ്റെ സേഫ്റ്റി മെച്ചപ്പെടുത്താൻ വേണ്ടി, സേഫ്റ്റി കൂട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന റാറ്റുകളെ അല്ലെങ്കിൽ ട്രാൻസ്ജനിക് ആയിട്ടുള്ള റാറ്റുകളെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, വാക്സിൻ സേഫ്റ്റി സാധ്യമാകുന്നു. പോളിയോ വാക്സിൻ പോലെ കോവിഡിൻ്റെ വാക്സിനൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആദ്യം മൃഗങ്ങളിലാണ് പരീക്ഷിക്കുക. പ്രത്യേകിച്ചും ഈ പറയുന്ന ട്രാൻസ്ജനിക് ആയിട്ടുള്ള മൃഗങ്ങളെ പരിശോധിക്കുക. എന്താണ് ട്രാൻസ്ജനിക് അനിമൽസ് ഉപയോഗിക്കാൻ കാരണം? അതിൽ 2 ചോദിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഒന്ന്, ട്രാൻസ്ജനിക് ആയിട്ടുള്ള മൈസ് കൂടുതൽ ഉപയോഗിക്കാൻ കാരണം വെച്ചാൽ മൈസിൻ്റെ പോപ്പുലേഷൻ പെട്ടെന്ന് ഇൻക്രീസ് ചെയ്യും, പെട്ടെന്ന് നമ്പർ കൂടും. പിന്നെ ട്രാൻസ്ജനിക് ഉപയോഗിക്കാൻ കാരണം നമ്മുടെ ശരീരത്തിലുള്ള ജീനുകൾ അതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. എന്നാൽ മാത്രമേ ഈ ജീൻ എങ്ങനെയാണ് ഈ വാക്സിനോട് റെസ്പോണ്ട് ചെയ്യുക, എക്സ്പ്രഷൻ എന്തായിരിക്കും എന്ന് പഠിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് വാക്സിൻ കൂടുതൽ സേഫ്റ്റിയോടുകൂടി നമുക്ക് നമ്മുടെ ശരീരത്തിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതാണ് 4ാമത്തെ പോയിന്റാണ് ട്രാൻസ്ജനിക് അനിമൽസ് ഫോർ വാക്സിൻ സേഫ്റ്റി. 5ാമത്തെയാണ് കെമിക്കൽ സേഫ്റ്റി ടെസ്റ്റിംഗ്. എന്താണ് കെമിക്കൽ സേഫ്റ്റി ടെസ്റ്റിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണിത്. കെമിക്കൽ സേഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഒരു ഡ്രഗ് നമ്മുടെ നാട്ടിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ആ ഡ്രഗ് ഒരു കെമിക്കലി അത് സേഫ് ആണെന്ന് പരിശോധിക്കണം. നമ്മുടെ ശരീരത്തിലേക്ക് ഈ കെമിക്കൽ കടന്നു കഴിഞ്ഞാൽ എന്തൊക്കെ എഫക്റ്റ് ഉണ്ടാവുമെന്ന്, നമുക്ക് ഈ ഡ്രഗ് നമ്മുടെ ശരീരത്തിൽ കടന്നു കഴിഞ്ഞാൽ എന്തൊക്കെ എഫക്റ്റ് ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളൊരു പ്രത്യേക ബാച്ച് ഓഫ് കെമിക്കൽസ് അല്ലെങ്കിൽ ഡ്രഗ്സിന് നമ്മളൊരു പരീക്ഷണ വിധേയമാക്കും, ക്ലിനിക്കലായിട്ട് പഠനം നടത്തും, എന്തൊക്കെ എഫക്റ്റ് ഉണ്ടാകുന്നു. ആ ക്ലിനിക്കൽ സ്റ്റഡി നടത്താൻ വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു, നമ്മൾ ട്രാൻസ്ജീനിക് മൈസിനെ ഉപയോഗിക്കുന്നു ആദ്യം. അങ്ങനെ ട്രാൻസ്ജീനിക് മൈസ് എന്തിനാണ് ട്രാൻസ്ജീനിക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം കെമിക്കലിനോട് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ കെമിക്കൽ സെൻസിറ്റിവിറ്റി കൂടുതലുള്ള, അതായത് സെൻസിറ്റിവിറ്റി കൂടുതലുള്ള, പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ കെമിക്കലിനോട് നമ്മൾ കൊടുക്കുന്ന ഈ പറയുന്ന കെമിക്കലായിട്ടുള്ള ഡ്രഗ്സിനോട് പെട്ടെന്ന് സെൻസിറ്റീവായിട്ടുള്ള, പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുന്ന, നമ്മുടെ അവരുടെ ശരീരം പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യും, സെൻസിറ്റീവ് ആയിട്ടുള്ള ട്രാൻസ്ജീനിക് അനിമൽസ് നമ്മൾ ഉണ്ടാക്കുന്നു. ട്രാൻസ്ജീനിക് അനിമൽസ് സെൻസിറ്റീവ് ടു, എന്തിനോട് sensitive to chemicals, highly sensitive to chemical when compared to, highly sensitive to chemicals when compared to, ആരായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നോൺ ട്രാൻസ്ജീനിക് അനിമൽസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഹൈലി സെൻസിറ്റീവ് ആയിരിക്കും ഈ പറയുന്ന ട്രാൻസ്ജീനിക് ആയിട്ടുള്ള അനിമൽസ് ഹൈലി സെൻസിറ്റീവ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ട്രാൻസ്ജീനിക് മൈസൊക്കെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള മൈസുകൾ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയെടുക്കും. നോൺ ട്രാൻസ്ജീനിക് അനിമൽസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഹൈലി സെൻസിറ്റീവ് ആയിരിക്കും. അപ്പോൾ നമുക്ക് കെമിക്കൽസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, ഡ്രഗ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് റെസ്പോൺസ് കിട്ടുകയും ഏർലി ആയിട്ട് നമുക്ക് അത് തിരിച്ചറിയാൻ സാധിക്കും. അങ്ങനെ ആദ്യം അത് ഇൻട്രൊഡ്യൂസ് ചെയ്തു,
അതിനുശേഷം ട്രാൻസ്ജീനിക് ആയിട്ടുള്ള മങ്കികൾ, നമ്മളോട് സാമ്യം കാണിക്കുന്ന മങ്കികൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മാർക്കറ്റിലേക്ക് ഈ ഡ്രഗ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കെമിക്കൽ സേഫ്റ്റി ടെസ്റ്റിങ്ങിന് നമ്മൾ ട്രാൻസ്ജീനിക് ആയിട്ടുള്ള മൈസുകൾ ഉപയോഗിക്കാറുണ്ട്. ഇത്രയും 5 പോയിന്റുകളാണ് നമുക്ക് ഈ പറയുന്ന ട്രാൻസ്ജീനിക് അനിമൽസിന്റെ ഭാഗത്ത് നിന്ന്, ട്രാൻസ്ജീനിക് അനിമൽസിന്റെ യൂസസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്താണ് ട്രാൻസ്ജീനിക് അനിമൽ എന്നാണ്. ട്രാൻസ്ജീനിക് അനിമൽസ് എന്ന് പറഞ്ഞാൽ 2 പോയിന്റ് നിങ്ങൾ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്. ഒന്ന്, manipulated DNA these animals possess manipulated DNA and express the foreign gene expression അതിൽ കാണും. that is what is called transgenic animal. 2 പോയിന്റ്. എന്തിനാണ് ട്രാൻസ്ജീനിക് അനിമൽസ് യൂസ് ചെയ്യുക? ഒന്നാമത്തെ പോയിന്റ് ആണ് നോർമൽ ഫിസിയോളജി, സ്റ്റഡി ഓഫ് നോർമൽ ഫിസിയോളജി ആൻഡ് ഡെവലപ്മെന്റ്. ഹ്യൂമൻ ബീങ്സിന്റെ നോർമൽ ഫിസിയോളജിയും അതേപോലെ ഡെവലപ്മെന്റും പഠിക്കാൻ വേണ്ടി നമ്മൾ ട്രാൻസ്ജീനിക് അനിമൽസിനെ ഉപയോഗിക്കാറുണ്ട്. രണ്ടാമത്തത്, പലതരത്തിലുള്ള ഡിസീസിനെ കുറിച്ച് പഠിക്കാനും അതിന് പുതിയ ട്രീറ്റ്മെന്റിലേക്ക് എത്താൻ വേണ്ടിയും നമ്മൾ ട്രാൻസ്ജീനിക് അനിമൽസ് ഉപയോഗിക്കുന്നു. മൂന്നാമത്തെ പോയിന്റ്, ബയോളജിക്കൽ പ്രൊഡക്ട്സ് ആയിട്ടുള്ള ആൽഫ-1 ആന്റിട്രിപ്സിനും അതേപോലെ ഹ്യൂമൻ ലാക്ടാൽബുമിൻ എന്ന് പറയുന്ന റോസി എന്ന് പറയുന്ന കവിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത ഹ്യൂമൻ ലാക്ടാൽബുമിനൊക്കെ ഉപയോഗിക്കാം എന്ന ബയോളജിക്കൽ പ്രൊഡക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ട്രാൻസ്ജീനിക് അനിമൽസ് ഉപയോഗിക്കാറുണ്ട്. നാലാമത്തെ പോയിന്റ് ആണ് നമ്മൾ വാക്സിൻ സേഫ്റ്റി, സേഫ് ആയിട്ട് വാക്സിൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി അതിന് മുമ്പ് നമ്മുടെ ശരീരത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഓർഗാനിസിലേക്ക്, ട്രാൻസ്ജീനിക് ഓർഗാനിസിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്തതിന്റെ എഫക്ട് പഠിക്കുന്നു. അഞ്ചാമത്തതാണ് ഈ പറയുന്ന കെമിക്കൽ സേഫ്റ്റി ടെസ്റ്റിംഗ്. കെമിക്കൽ സേഫ്റ്റി ടെസ്റ്റിന്റെ ഭാഗമായിട്ട് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള, അതായത് കെമിക്കൽസിനോട് ഈ പറയുന്ന കൊടുക്കുന്ന കെമിക്കൽസ് വളരെ സെൻസിറ്റീവ് ആയിട്ട് ട്രാൻസ്ജീനിക് അനിമൽസിന് ഉണ്ടാക്കിയെടുക്കും വെൻ കമ്പയർ ടു നോൺ ട്രാൻസ്ജീനിക് അനിമൽസ്. എന്നിട്ട് അതിന്റെ എഫക്ട് പഠിക്കും. പഠിച്ചതിന് ശേഷം മാത്രമേ നമ്മുടെ ശരീരത്തിലേക്ക് നമ്മുടെ ഈ ഡ്രഗ് ഇൻട്രൊഡ്യൂസ് ചെയ്യുള്ളൂ. ദീസ് ആർ ദ 5 ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ദാറ്റ് ആർ കോമൺലി യൂസ്ഡ് ഫോർ ഡെവലപ്പിംഗ് ട്രാൻസ്ജീനിക് അനിമൽസ്. ട്രാൻസ്ജീനിക് അനിമൽസ് ഉണ്ടാക്കിയെടുത്തതിന് പ്രധാനപ്പെട്ട ആവശ്യം എന്നുള്ളത് ഈ 5 പോയിന്റാണ്. 96% ഈ പറയുന്ന മൈസിനാണ് നമ്മൾ ട്രാൻസ്ജീനിക് ആയിട്ട് അനിമൽസ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അതിന് പ്രധാനപ്പെട്ട കാരണം എക്സ്പെരിമെന്റൽ സ്റ്റഡിക്ക് വേണ്ടി ഈ പറയുന്ന റാറ്റുകൾ ഉപയോഗിക്കാൻ പോകുന്നു. അപ്പോൾ അതിന് പ്രധാനപ്പെട്ട കാരണം വളരെ ഫാസ്റ്റ് ആയിട്ട് അതിൻ്റെ ഗ്രോത്ത് നടക്കുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് റിസൾട്ട് നമുക്ക് പരിശോധിക്കാൻ സാധിക്കുമെന്നുള്ളതുകൊണ്ട് ഏറ്റവും കൂടുതൽ 96% മൈസിനെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ട്രാൻസ്ജീനിക് അനിമൽസ് എന്ന നിലയിൽ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ട്രാൻസ്ജീനിക് അനിമൽസുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക് യു.